പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചാണ്. സുറിയാനി സഭയുടെ വിശ്വാസം സ്തുതി ചൊവ്വാക്കിയ വിശ്വാസമാണ്. സഭയുടെ വിശ്വാസം തൃത്വവിശ്വാസമാണ്. തിയോസെൻട്രിക് വർഷിപ്പാണ് സഭയ്ക്കുള്ളത്. 3 പൊതു സുന്നോദോസിൽ ഉറപ്പിച്ചതും ലിറ്റർജിയും അതുപോലെ തന്നെ വിശുദ്ധ ഗന്ധവും, അതായത് അതുപോലെ തന്നെ പ്രാർത്ഥനകളിലൂടെ നാം വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളും അതും ഇങ്ങോട്ട് ചേർത്ത് ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് സുറിയാനി സഭയുടെ വിശ്വാസമാകുന്നത്. സുറിയാനി സഭയുടെ വിശ്വാസം സഭയുടെ പിതാക്കന്മാർ എഴുതി കൈമാറി തന്ന പ്രാർത്ഥനകളിലാണുള്ളത്. ലോകത്ത് ഒരുപാട് തരത്തിലുള്ള വിശ്വാസങ്ങൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. അവർ പലതിനെയും ദുർവ്യാഖ്യാനിക്കുന്നു. അതുപോലെ തന്നെ സുറിയാനി പിതാക്കന്മാർ എഴുതിയ പുസ്തകങ്ങളെ അവരുടേതായ രീതിയിൽ എഴുതി ലോകത്തിൽ കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്നു. അതാണ് പാശ്ചാത്യ സുവിശേഷം. അത് നാശകരമാണ്. അത് മനുഷ്യനെ വഞ്ചിക്കുന്നതാണ്, മനുഷ്യനെ പേടിപ്പിക്കുന്നതാണ്. എന്നാൽ പൗരസ്ത്യ ദൈവശാസ്ത്രം യുക്തിഭദ്രവും വളരെ കൃത്യവും ശ്രേഷ്ഠവുമാണ്. ആ വിശ്വാസമാണ് ഇന്ന് അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിലുള്ള മലങ്കര ഇടവകയിൽ നമ്മുടെ ആളുകൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. സഭയുടെ കൂദാശകളിലൂടെയും പെരുന്നാളുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ഈ സ്തുതി ചൊവ്വാക്കിയ വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഷൂൾ പീഡിയക്കൽ പാസ്റ്ററിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ തൃത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ മിയാഫൈസിറ്റിസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇൻകാർണേഷനെക്കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാനായിട്ട് സാധിക്കും. അത്തരം വീഡിയോകൾ കേട്ടതുകൊണ്ടാണ് ഞാൻ എൻ്റെ സഭയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുകയും സഭയുടെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ഇതുപോലുള്ള സഭയുടെ ചതറകളും ആണ്ടദക്സയൊക്കെ മേടിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും തുടങ്ങിയത്. അതുപോലെ തന്നെ തൃത്വത്തെക്കുറിച്ച് പാസ്റ്ററിൻ്റെ ലൈവ് ഏകദേശം 28 ലൈവുകൾ അവിടെ കിടക്കുന്നുണ്ട്. അതിൽ പലതും അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടുതൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്. കൂടുതൽ ആളുകൾ അന്വേഷിച്ച് പോകാനും പ്രാർത്ഥനകളിലൂടെ മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് തൃത്വത്തെക്കുറിച്ചാണ്. തൃത്വം ഇങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. ദൈവത്തിൽ 3 ആളുകളുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവിക വെളിപാട് കൂടാതെ മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കാൻ സാധ്യമല്ലാത്ത ഒരു ദൈവിക മർമ്മമത്ര ഇത്. തൻ്റെ ഏകജാതനായ പുത്രനെ അനാദിയായി ജനിപ്പിച്ചതിനാൽ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു. ദൈവത്തിൽ ഒന്നാമത്തെ ആളായി പിതാവിനെ പറയുന്നതിൽ നിന്നും പുത്രനെയോ റൂഹായേക്കാൾ വലിയവനോ പ്രായം കൂടിയവനോ എന്നർത്ഥമില്ല. പ്രത്യുത താൻ ജനകനാണ്, ജാതനല്ല എന്നതുകൊണ്ടത്രേ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലും 2 കൊരിന്ത്യർ 1:3 തൃത്വത്തിലെ രണ്ടാമത്തെ ആൾ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം താൻ മാത്രമാണ് അനാദിയായി പിതാവിൽ നിന്ന് ജാതനായവൻ. പിതാവിൽ നിന്ന് ജാതനായ പുത്രൻ പിതാവിൻ്റെ വചനം ആകുന്നു. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലും വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിലും 1 യോഹന്നാൻ 5:20 എല്ലാം നമുക്കിത് കാണാനായിട്ട് സാധിക്കും. തൃത്വത്തിൽ മൂന്നാമൻ വിശുദ്ധ റൂഹ എന്ന് വിളിക്കപ്പെടുന്നു. താൻ പിതാവിൽ നിന്ന് അനാദിയായി പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കപ്പെടുകയും ചെയ്യുന്നു. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലും കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലുമൊക്കെ കാണാൻ സാധിക്കും. പെന്തിക്കോസ്ത് ശുശ്രൂഷ ക്രമത്തിൽ ഇക്കാര്യം സ്പഷ്ടമായി പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. മോശെ ബർഗീഫ തൻ്റെ കുർബാന വ്യാഖ്യാനത്തിൽ പറയുന്നു, പിതാവ് എന്ന് വിളിക്കുന്നു കാരണം ഭൗമിക പുത്രന്മാരെ പോലെ താൻ മറ്റാരുടെയും പുത്രനല്ല. നമ്മുടെ കർത്താവ് യേശു മിശിഹായിലൂടെ അല്ലാതെ മറ്റാരുടെയും പിതാവുമല്ല, പുത്രൻ എന്ന് വിളിക്കുന്നു. കാരണം തങ്ങളുടെ പിതാക്കന്മാരുടെ പുത്രരും അവരുടെ മക്കളുടെ പിതാക്കന്മാരും എന്നതുപോലെ അല്ലാതെ താൻ മറ്റാരുടെയും പുത്രനല്ലാത്തതിനാൽ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനോട് സാരാംശത്തിൽ ഒന്നായിരിക്കുന്നവനുമാകുന്നു.
പിതൃപുത്ര പരിശുദ്ധാത്മാവിന് ഏക സ്വഭാവവും വ്യത്യസ്ത ലക്ഷണങ്ങളുമാവുന്നു. ഒരു സ്വഭാവമുള്ളൂ. അപ്പോൾ നമ്മൾ പലതും കാണുന്നുണ്ട്. ദൈവത്തിന് വേറെ ക്രോധം, കോപം, ശത്രുക്കളെ നിഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു, മദ്യസേവ നടത്തുന്നു, അങ്ങനെ പലതും മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് പലരും കാണുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് ഒരു സ്വഭാവമുള്ളൂ. അത് യാക്കോസ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അവന് ആച്ഛാദനത്തിലുള്ള ഗതിഭേദം ഒന്നുമില്ല. ദൈവത്തിന് മറ്റൊരു സ്വഭാവം വരുന്നില്ല. ഈ മൂന്നാളുകളെങ്കിലും ഏക സാരാംശമാകുന്നു. പിതാവിൻ്റെ സാരാംശം തന്നെയാണ് പുത്രനും റൂഹായ്ക്കും, പുത്രൻ്റെ തന്നെയാണ് പിതാവിനും റൂഹായ്ക്കും, റൂഹായുടെ തന്നെയാണ് പിതാവിനും പുത്രനും. ഈ മൂന്നാളുകളും സമന്മാരാകുന്നു. എന്തെന്നാൽ അത് സത്യ ഏക ദൈവമാകുന്നു. കാലത്തിനോ അധികാരത്തിനോ ഒന്നൊന്നിനെ മുമ്പിടുന്നില്ല. എല്ലാം ഒരുപോലെ അനാദന്ത്യവും ഒരുപോലെ അധികാരമുള്ളതും ഏകദൈവ സാരാംശവുമാകുന്നു. ഇക്കാര്യം നമുക്ക് പരിപൂർണമായി മനസ്സിലാക്കാവുന്ന ഒന്നല്ല. എന്നാൽ അത് ഒരു പ്രകൃത്യാതീതമായ മർമ്മം ആകുന്നു. സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി. പ്രകൃത്യാതീതമായ മർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ അസാധ്യവും എന്നാൽ നാം പൂർണ്ണമായി വിശ്വസിക്കുന്നതുമാകുന്ന സത്യമാകുന്നു. എന്തെന്നാൽ നമുക്ക് അതിനാധാരമായി ദൈവത്തിൻ്റെ വചനമുണ്ട്. ദൈവം വെളിപ്പെടുത്തുന്ന സത്യമാണത്. വെറും മനുഷ്യവാക്കുകളുടെ വെളിച്ചത്തിൽ പലതും നാം വിശ്വസിക്കുന്നത് യൗക്തികമെങ്കിൽ ദൈവ വചന വെളിപാടിൽ വിശ്വസിക്കുന്നതും യൗക്തികം തന്നെ. അതുപോലെ തന്നെ നമ്മുടെ പെന്തിക്കോസ്തൽ ശുശ്രൂഷയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വായിക്കാനായി സാധിക്കും. അദൃശ്യനായ ദൈവത്തിനെ നമ്മുടെ സഭകളിലൊക്കെ ഒത്തിരി ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ നമ്മൾ അണ്ടുതാക്സയിൽ ഇങ്ങനെ കാണാം. പെന്തിക്കോസ്തൽ സഭയൊക്കെ വായിക്കുമ്പോൾ തൃത്വത്തെക്കുറിച്ചുള്ള കൂടുതലുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടും. അതിന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 16, 17, 18 അധ്യായം, അതുപോലെ തന്നെ ഇതിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുകയാണ്, സകല മാനുഷിക ചലനങ്ങൾക്കും വിചാരങ്ങൾക്കും ബോധങ്ങൾക്കും മറിഞ്ഞ് അതീതനായി സ്ഥിതി ചെയ്യുന്ന അദർശ്യനായ കർത്താവിന് സ്തുതി. അദർശ്യനായ കർത്താവിന് സ്തുതി. അവൻ സ്വയംഭൂവും സ്വയം അറിയുന്നവനും സ്വയം പര്യാപ്തനുമാകുന്നു. അവൻ ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ സകലത്തിൻ്റെയും സൃഷ്ടാവും നിയന്താവുമാകുന്നു. ആരംഭമില്ലാത്തവനും അനന്തമായി നിലനിൽക്കുന്നവനുമാകുന്നു. അനാദന്ത്യവും അപ്രേയവുമായ സ്വയംഭൂവാകുന്നു. അവൻ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന ഏക സ്വഭാവത്തോടും ഏക അധികാരത്തോടും ഏക മനസ്സോടും കൂടിയ സത്യദൈവമാകുന്നു. നൂമ കൂടാതെ അവന് ഒരു നാമമില്ല. നൂമ കൂടാതെ അവനോട് നാമമില്ല എന്നോട് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഒരു നൂമ മറ്റൊരു നൂമയേക്കാൾ ചെറുതോ പ്രായം കൂടിയതോ അല്ല. വലുപ്പത്തിലോ ചെറുപ്പത്തിലോ നൂമകൾക്ക് അന്തരമോ വ്യത്യാസമോ ഇല്ല. യാതൊരു നൂമായും നാമവും അവൻ്റെ നിത്യതയിൽ നിന്ന് ചെറുതോ അന്യമോ അല്ല. പിതാവെന്ന് പറഞ്ഞാൽ പുത്രനും റൂഹായും അവനിൽ നിന്നുള്ളവരാകുന്നു. പുത്രനെന്ന് പറഞ്ഞാൽ പിതാവും റൂഹായും അവൻ മൂലമാകുന്നു അറിയപ്പെടുന്നത്. റൂഹായി എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും അവനിൽ നിന്ന് പൂർത്തിയായിരിക്കുന്നു. പിതാവ് ജനകനാകുന്നു, ജനിച്ചവനല്ല. പുത്രൻ ജനിച്ചവനാകുന്നു, ജനകനല്ല. പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നതും പുത്രനിൽ നിന്ന് എടുക്കുന്നവനും പിതാവിന് സമസ്വഭാവിയും തുല്യനിത്യതയുള്ളവനുമാകുന്നു. തനിക്ക് ഈ പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ മുറ്റുകുത്തലിൻ്റെ സമയത്തും ആമീൻ അവിടെ കൃത്യമായി എഴുതി വെച്ചേക്കുവാണ്. പിന്നെ ഈ ചിലയൊക്കെ വിവാദമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പലരും പല രീതിയിൽ തെറ്റായിട്ട് ഇതിനെ വ്യാഖ്യാനിച്ചേക്കുവാണ്. നമ്മളിതിനെ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ തൃത്വം സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിലൊരു സിദ്ധാന്തപരമായ ഗണിതശാസ്ത്ര സമവാക്യമല്ല ഒരിക്കലും. മറിച്ച് ഏകദൈവത്തിലുള്ള 3 വ്യക്തികളുടെ സ്നേഹബന്ധവും അനുഭവപരമായ യാഥാർത്ഥ്യവുമാണ്. വിശുദ്ധ പിതാക്കന്മാർ, പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ പിതാവായ മോർ അഫ്രേം, ഈ പ്രയാസമുള്ള രഹസ്യത്തെ ലളിതമായി ഉപമകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഹിംസ് ഓഫ് ഫെയ്ത്ത് നമ്പർ 40 പരിശുദ്ധ തൃത്വത്തിൻ്റെ രഹസ്യത്തെ സൂര്യനോടും അഗ്നിയോടും ഉപമിക്കുന്നു. സൃഷ്ടിലോകത്തിലെ ഈ പരിചിത ഘടകങ്ങളായ സൂര്യനും അഗ്നിയും ഉൾക്കൊള്ളുന്ന അഗ്നി തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം, ചൂട് എന്നിവ തമ്മിൽ വേർതിരിക്കാനാവാത്ത ബന്ധത്തിലാണ് നിലകൊള്ളുന്നത്. ഇവയിൽ ഓരോന്നും വ്യത്യസ്തമായിരിക്കുമ്പോഴും അവ ഒറ്റ സ്വത്തെയായി ഏകീകൃതമായി നിലനിൽക്കുന്നു. ഒന്നില്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് സൃഷ്ടിലോകത്തിനുള്ളിൽ തന്നെ പരിശുദ്ധ തൃത്വത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഉപമയായി ഇതിനെ കാണാം. അഗ്നി പിതാവിനോട്, പ്രകാശം പുത്രനോട്, ചൂട് പരിശുദ്ധാത്മാവിനോട് ഉപമിക്കപ്പെടുന്നു. ഈ ഉപമകൾ ദൈവത്തെ പൂർണ്ണമായും നിർവചിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഉപമ നമ്മളെ കാണിച്ച് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. മറിച്ച് സുറിയാനി ഓർത്തഡോക്സ് വിശ്വാസത്തിൽ അവ ദൈവിക അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന വഴികാട്ടികളാണ്. അതിലൂടെ നാം ദൈവത്തോടുള്ള പങ്കാളിത്തവും ആരാധനയും അനുഭവിക്കുന്നു.
പിതാക്കന്മാരുടെ സാക്ഷ്യം. സുറിയാനി പാരമ്പര്യത്തിലെ പിതാക്കന്മാർക്ക് തൃത്വം ഒരു സിദ്ധാന്തപരമായ വിഷയം മാത്രമല്ല, മറിച്ച് ദൈവസ്നേഹത്തിൻ്റെ അനുഭവമായിരുന്നു. ദൈവം സ്നേഹം തന്നെയെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം സ്നേഹം തന്നെ, മറ്റൊരു ഇതില്ല. ദൈവം സ്നേഹം തന്നെയാണ്. ഗോഡ് ഈസ് ലവ്. സുറിയാനി പാരമ്പര്യത്തിൽ ഇഗ്നാത്യോസ് ന്യൂറോണോ തൻ്റെ എഫേസസിലേക്കുള്ള കത്തിൽ തൃത്വത്തിൻ്റെ പരസ്പര ബന്ധിത പ്രവർത്തനത്തെ വിവരിക്കാൻ ഒരു കെട്ടിടം അല്ലെങ്കിൽ ദേവാലയ നിർമ്മാണത്തോട് ഉപമ ഉപയോഗിച്ച് തൃത്വത്തിൻ്റെ ഏകോപിത പ്രവർത്തനത്തെ മനോഹരമായി വിവരിക്കുന്നു. അദ്ദേഹം എഴുതുന്നു, നിങ്ങൾ ദൈവപിതാവിൻ്റെ കെട്ടിടത്തിനായി മുൻകൂട്ടി ഒരുക്കപ്പെട്ട ദേവാലയത്തിൻ്റെ കല്ലുകളാണ്. യേശു ക്രിസ്തുവിൻ്റെ ഉപകരണമായ ക്രൂശ് വഴി ഉയർത്തപ്പെടുന്നവർ. പരിശുദ്ധാത്മാവിനെ കയറായി ഉപയോഗിച്ച് ഉയർത്തപ്പെടുന്നു. പിതാവ് അടിത്തറ, പുത്രൻ കെട്ടിടത്തിന് ഉയർത്തുന്ന ശക്തി. പരിശുദ്ധാത്മാവ് കെട്ടിടത്തെ പുത്രനിലേക്ക് നയിക്കുന്ന ഒരു കയർ. അവിടെ ഒരു ആഴമുള്ള തത്വം പ്രകടമാകുന്നു. ദൈവത്തിലേക്കുള്ള ഉയർച്ചയിൽ തൃത്വത്തിലെ 3 ആളത്വങ്ങളും വേർപിരിക്കാനാവാത്ത വിധം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. പിതാവ് ആധാരം, പുത്രൻ രക്ഷയുടെ വഴിയും പ്രവൃത്തിയും, പരിശുദ്ധാത്മാവായ രക്ഷയെ നമ്മിൽ സാക്ഷാത്കരിക്കുന്ന ജീവനുമാണ്. അതുപോലെ തന്നെ മോറപ്രയം മറ്റൊരു ഉപമയിൽ തൃത്വത്തെ മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്ന ഉപമയിലൂടെ വിശദീകരിക്കുന്നു. പിതാക്കന്മാർ ഒത്തിരി ഉപമ കാണിച്ച് നമുക്കതിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണെന്ന് കൃത്യമായിട്ട് അതിന് മുകളിൽ നമ്മൾ വായിച്ചാണ്. ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സ് ചിന്തിക്കുന്നു, അവൻ്റെ വാക്ക് അത് പ്രകടിപ്പിക്കുന്നു, അവൻ്റെ പ്രവൃത്തി അത് സാക്ഷാത്കരിക്കുന്നു. ഇവയെ വേർതിരിച്ച് കാണാൻ സാധിക്കില്ല. ഓരോ വ്യക്തിയുടെയും ഏക പ്രവർത്തനമാണത്. അതുപോലെ തന്നെയാണ് തൃത്വത്തിലെ ഏകത്വം, അതിലെ 3 ആളത്വങ്ങൾ, എന്നാൽ ഒരേ ദൈവിക സത്തയും ഒരേ ദൈവിക പ്രവൃത്തിയും. നമ്മുടെ പിതാക്കന്മാർക്ക് തൃത്വം വെറും തത്വചിന്താപരമായ നിർവചനമല്ലായിരുന്നു, മറിച്ച് അവർക്കത് ആരാധനയിൽ അനുഭവിച്ച രഹസ്യവും കൂദാശകളിൽ പങ്കാളിയാകുന്ന ദൈവിക ജീവിതവും സഭയെ പണിയുന്ന സജീവ സാന്നിധ്യവും ആയിരുന്നു. പൗലോസ്ലീഹ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിലൂടെ തൃത്വത്തെ ഒരു സിദ്ധാന്തമായല്ല, മറിച്ച് വിശ്വാസികൾക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം നൽകുന്ന ആശീർവാദം സഭ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെ പിതാവായ ദൈവം സ്നേഹത്തിൻ്റെ ഉറവിടമായും പുത്രൻ കൃപ നൽകുന്നവനായും പരിശുദ്ധാത്മാവ് നമ്മെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന സംസർഗമായും വെളിപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ കൃപയിലൂടെ നാം പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് എത്തുന്നു എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. എഫേസർക്കുള്ള ലേഖനത്തിൽ തൃത്വത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയെ ഒരു സ്തോത്രഗീതം പോലെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. പിതാവായ ദൈവം പുത്രനിലൂടെ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തു എന്നും പുത്രൻ്റെ ജന്മത്തിലൂടെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് രക്ഷ കിട്ടിയെന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ അവകാശത്തിന് മുദ്രയായി വസിക്കുന്നുവെന്നും അദ്ദേഹം പഠിപ്പിക്കുന്നു. വിശുദ്ധ പത്രോസ്ലീഹായുടെ സാക്ഷ്യം നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ പത്രോസ്ലീഹായുടെ സാക്ഷ്യത്തിൽ തൃത്വം ഒരു ശാസ്ത്രീയ സിദ്ധാന്തമല്ല, മറിച്ച് ഓരോ വിശ്വാസിയുടെ ആത്മീയ യാത്രയോട് ചേർന്ന അനുഗ്രഹത്തിൻ്റെ രഹസ്യമാണ്. അദ്ദേഹം തൻ്റെ 1-ാം ലേഖനത്തിൽ തുടക്കത്തിൽ പറയുന്നത്, പിതാവായ ദൈവത്തിൻ്റെ മുൻ നിശ്ചയപ്രകാരം ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലൂടെ യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നവനായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്നതുവഴി പിതാവ് നമ്മെ അറിയുന്നവനായി, പുത്രൻ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ഉറവിടമായി, പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മെ വിശുദ്ധമാക്കുന്ന സജീവ സാന്നിധ്യമായും പ്രതിഫലിക്കുന്നു. സുറിയാനി ഓർത്തഡോക്സ് സഭ ഇതിൻ്റെ പ്രാധാന്യം വിശ്വാസിയുടെ വിളി, കോളിംഗ്, നിശ്ചിത രൂപത്തിൽ ദൈവിക അനുഗ്രഹത്തോടും നീണ്ടു നിൽക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു. അതായത് പൗലോസ്ലീഹ തൃത്വത്തെ അനുഗ്രഹമായി കാണിക്കുന്നതിനും പത്രോസ്ലീഹ അതിനെ നമ്മുടെ ആകുന്ന ജീവിതപരമായ വിളിയുമായി ബന്ധപ്പെടുത്തുന്നതിനും അതിലൂടെ നമ്മെ ദൈവിക ജീവിതത്തിലേക്ക് നയിക്കുന്നു. സഭ ആരാധനയിലും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. സുറിയാനി സഭയുടെ പ്രാർത്ഥനകൾ നൂറ്റാണ്ടുകളായി പിതാക്കന്മാർ കാത്തു സൂക്ഷിച്ച തൃത്വവിശ്വാസത്തിൽ ഇതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന ഏറ്റുപറച്ചിലൂടെയാണ്. വിശുദ്ധ കുർബാനയുടെ മധ്യം നാം ചൊല്ലുന്ന വിശ്വാസ പ്രമാണം തൃത്വവിശ്വാസത്തിൻ്റെ ആകത്തുകയാണ്. വിശ്വാസ പ്രമാണത്തിലേക്ക് തന്നെ കൃത്യമായിട്ട് നമുക്ക് ഡെഫിനേഷൻ ചെയ്ത് പിതാക്കന്മാർ തന്നിട്ടുണ്ട്. ആ 3 പുതു സുന്നതദോസം ഉറപ്പിച്ചതും ആ വിശ്വാസത്തെക്കുറിച്ചാണ്, ആ തൃത്വവിശ്വാസത്തെക്കുറിച്ചാണ്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ ഒന്നായിരിക്കുന്നുവോ അതുപോലെ സഭയിലെ അംഗങ്ങളായ നാമും ക്രിസ്തുവിൽ ഒന്നായിരിക്കണമെന്ന് ഈ വിശ്വാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തൃത്വവിശ്വാസം എന്നത് ബുദ്ധി കൊണ്ട് അളക്കാവുന്ന ഒന്നല്ല, മറിച്ച് ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. പിതാവ് നമ്മെ സ്നേഹിക്കുന്നു, പുത്രൻ നമ്മെ വഴി നടത്തുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നു. ഈ വലിയ സത്യം മുറുകെ പിടിച്ചുകൊണ്ട് സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കാൻ നമുക്ക് സാധിക്കണം.
തൃത്വത്തിന് എപ്പോഴും സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അപ്പോൾ സഭയുടെ പ്രാർത്ഥനകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് കൃത്യമാണ്, വളരെ ശ്രേഷ്ഠമാണ്. ഇന്ന് ഒത്തിരി ആളുകൾ ഈ വിശ്വാസത്തിൽ നിന്ന് അകന്നൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ഈ ആളുകളെയൊക്കെ പറഞ്ഞിങ്ങനെ പേടിപ്പിച്ച് വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നത്തെ സുവിശേഷം, പാശ്ചാത്യ സുവിശേഷമാണ് നമ്മൾ ഈ പാശ്ചാത്യ കോളേജുകളിലെല്ലാം പഠിച്ച് അവിടുത്തെ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ചാനലുകളിൽ നിന്നൊക്കെ വരുന്ന പ്രസംഗങ്ങളൊക്കെ എഴുതിയെടുത്ത് ആളുകളെ വഞ്ചിക്കുകയാണ്. അപ്പോൾ അത്തരമൊക്കെ രീതികളൊക്കെ മാറ്റി സഭയുടെ പ്രാർത്ഥനകളിലൂടെ ഈ സത്യവിശ്വാസത്തെ മനസ്സിലാക്കുകയും സഭയുടെ ശ്രദ്ധകളിലൊക്കെ ഈ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിരിപ്പുണ്ട്. അപ്പം നമ്മൾ മിയ ഫൈസിറ്റിസമൊക്കെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൂടുതൽ സഭയുടെ പ്രാർത്ഥനകളിലൂടെ പഠിച്ച് ഓരോ ഗീതങ്ങളിലും ഓരോ പ്രാർത്ഥനകളിലും ഈ വിശ്വാസ സത്യങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ പഠിക്കണം. അപ്പോൾ അതിനെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടും. നമ്മൾ ഓർത്തഡോക്സി എന്ന് പറയുന്നത് ഒരു ജീവിതചര്യയാണ്. അപ്പം നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നോ, എന്ത് നമ്മൾ മനസ്സിലാക്കുന്നോ, അതാണ് അടുത്ത തലമുറയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അത് എല്ലാവരിൽ നിന്നും അത് കൂടുതലായിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെന്ന ആഗ്രഹമാണിത്. ഞങ്ങളുടെ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ കാണണം. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുക, സ്തുതി ചൊവ്വാക്കിയ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കുക, ഈ സത്യവിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും സഭയുടെ അധികാരപ്പെട്ടവർ ചെയ്തു തരിക. താങ്ക് യു.